ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നമ്മൾ കുറെ പേര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കുറെ പേര് ഇതിനെപ്പറ്റി കേൾക്കാത്തവരുണ്ട്, ഇതിനെപ്പറ്റി വലുതായിട്ട് അറിവില്ലാത്തവരുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്, എന്തൊക്കെ തരം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇതിന്റെ ബെനിഫിറ്റ്സും ഇതിന്റെ സൈഡ് എഫക്ട്സും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൈ നെയിം ഈസ് അനുരൂപ് ദാസ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണമായിട്ട് നമുക്ക് ആഹാരം കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കൂട്ടത്തിൽ ഫാസ്റ്റിംഗും കൂടി ചെയ്യാം. ഇതിലെ മെയിൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എന്തോരം ടൈമാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 16 മണിക്കൂർ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണല്ലോ, അപ്പം അതിൽ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ബാക്കി 8 മണിക്കൂറിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം ഈ 16 മണിക്കൂർ ഗ്യാപ്പിനാണ് നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. ഇനി എന്തൊക്കെ തരം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാമെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ 16/18 മെത്തേഡ്. ഇതിൽ 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യണം. ഈ 16 മണിക്കൂറിൽ നമ്മൾ ഒരു ഫുഡ് പോലും കഴിക്കാൻ പാടില്ല, വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. ബാക്കിയുള്ള 8 മണിക്കൂറിൽ വേണം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. മിക്കപ്പോഴും ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഫുഡ് കഴിക്കേണ്ട ടൈം. ബാക്കിയുള്ള 16 മണിക്കൂറും നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് 5:2 ഡയറ്റ്. ഇതിൽ ഒരു വീക്കിൽ 5 ദിവസം നമ്മൾ നോർമലായിട്ട് ഫുഡ് കഴിക്കും. നമ്മൾ എല്ലാ ദിവസം ഇപ്പോൾ കഴിക്കുന്ന പോലെ തന്നെ നോർമലായിട്ട് 5 ദിവസം കഴിക്കും. എന്നിട്ട് ബാക്കിയുള്ള 2 ദിവസം നമ്മൾ ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കാവുള്ളൂ. ആ ഒരു നേരം 500 കലോറി മുതൽ 600 കലോറി വരെ കഴിക്കാവുള്ളൂ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഫുൾ 24 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യും. ആ ദിവസം ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ വരുന്ന നാലാമത്തെ മെത്തേഡാണ് ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ്. ഇതിൽ ആ പേജ് പോലെ തന്നെ ഒരു ദിവസം ഫാസ്റ്റിംഗ് ചെയ്താൽ പിറ്റേ ദിവസം നമ്മൾ നോർമലായിട്ട് ഫുഡ് കഴിക്കും. എന്നിട്ട് വീണ്ടും അടുത്ത ദിവസം ഫാസ്റ്റിംഗ് ചെയ്യും. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം നമ്മൾ നോർമലായിട്ട് ഫുഡ് കഴിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഫാസ്റ്റിംഗ്, അങ്ങനെ പോകും. പിന്നെ വരുന്ന അഞ്ചാമത്തെ മെത്തേഡാണ് സ്പോണ്ടേനിയസ് മീൽ സ്കിപ്പിംഗ് മെത്തേഡ്. ഇത് മിക്ക ആളുകളും ഫോളോ ചെയ്യുന്ന ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് മെത്തേഡാണ്. ഇതിൽ നമുക്ക് വിശക്കുമ്പോൾ മാത്രമേ ഫുഡ് കഴിക്കാവുള്ളൂ. വെറുതെ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് രാത്രി വിശപ്പില്ലെങ്കിൽ ആ നേരം സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മിക്കപ്പോഴും രാത്രിയും അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വിശപ്പില്ലെങ്കിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കും. ആ കൺസർവേറ്റീവ് വേ ഫോളോ ചെയ്യും. അപ്പം നമ്മൾ മിക്കപ്പോഴും വിശന്നാൽ മാത്രം കഴിക്കാൻ നോക്കുക. അതാണ് ഈ സ്പോണ്ടേനിയസ് മീൽ സ്കിപ്പിംഗ് മെത്തേഡ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, നമ്മുടെ സെൽസ് ഭയങ്കരമായിട്ട് റിപ്പയർ ആവും. ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ സെൽസിലെ ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള പ്രോട്ടീൻസിനെയും കമ്പോണൻസിനെയും ഇത് റിമൂവ് ചെയ്യും നമ്മൾ ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നതിലൂടെ. പിന്നെ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കുറയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസുലിൻ ലെവൽ സിഗ്നിഫിക്കൻ്റ്ലി ഇതിന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ബേൺ ആകുന്നത്. പിന്നെ നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിന്റെ ലെവൽ കൂടും. ഇത് കൂടുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ബേൺ ചെയ്യാനും പറ്റും. അതുപോലെ ഉള്ള മസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് നിലനിർത്താനും പറ്റും. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആകും. ബ്ലഡ് പ്രഷറും കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ നന്നായിട്ട് കുറയും. ഇതെല്ലാം ഒരു ഹെൽത്തി മെയിൻറ്റെയിനിങ് ലെവലിലെത്തും. പിന്നെ ഇത് നമ്മുടെ ബോഡിയിലെ ക്യാൻസർ സെൽസിനെ കുറെ നശിപ്പിക്കുമെന്ന് കുറെ സ്റ്റഡീസ് പറയുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ഹെൽത്തും സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ആകും. ഇനി ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് നോക്കിയാൽ, ഒന്നാമത്തെ സൈഡ് എഫക്റ്റ് ഭയങ്കര വിശപ്പ് തന്നെയായിരിക്കും. നമുക്ക് ഇത് ചെയ്യാത്തവർ ആദ്യമേ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പ് തോന്നാം. പക്ഷെ ഇത് ശീലമായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാൻ പറ്റും. മിക്ക ആളുകൾക്കും ഇത് ശീലമാകുന്നതിന് മുമ്പ് തന്നെ അവർ ഗീവ് അപ്പ് ചെയ്യും. അവർ തിരിച്ച് അവരുടെ പഴയ ഈറ്റിംഗ് ഹാബിറ്റ്സിലേക്ക് വരികയും ചെയ്യും. അപ്പം ഇത് ശീലമാക്കിയാൽ ഇതിനെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കുഴപ്പമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന കഴിക്കേണ്ട സമയമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16/18 മെത്തേഡ് ആണെങ്കിൽ 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യും, 8 മണിക്കൂർ കഴിക്കും. ആ 8 മണിക്കൂർ നമ്മൾ ഓവറായിട്ട് കഴിക്കും. അപ്പൊ നമ്മൾ ഈ ഓവറായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്നേക്കാളും കൂടുതൽ ചിലപ്പോൾ കഴിക്കും. അത് കാരണം ചിലപ്പോൾ ഈ ഫാസ്റ്റിംഗ് തന്നെ വേസ്റ്റ് ആയി പോകും. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവരും കുട്ടികളും ചില ഹാർട്ട് കണ്ടീഷൻസ് ഉള്ളവരും പിന്നെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളും ഒരിക്കലും ഈ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാവുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒരു ഫ്ലെക്സിബിൾ ഈറ്റിംഗ് മെത്തേഡാണ്. ഇത് എടുക്കുന്നതിലൂടെ നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് കിട്ടും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാവുള്ളൂ.
പിന്നെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇതിൽ ഏറ്റവും റഞ്ചിയ സാധനം കലോറി തന്നെയാണ്. നമ്മൾ കലോറി നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ടും നമ്മുടെ ബോഡിയിൽ നമ്മൾ ധാരാളം ഓവർ ഈറ്റ്, നമ്മൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഇത് എടുക്കുന്ന വേസ്റ്റ് തന്നെയാണ്, നമ്മൾ വീണ്ടും വണ്ണം വെക്കത്തേ ഉള്ളൂ. അപ്പം ചെല്ലുന്ന കലോറിയിലാണ് ഏറ്റവും പ്രാധാന്യം. സത്യത്തിൽ നിങ്ങൾക്ക് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിത് ജീവിതത്തിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ പോലെ ഫുഡ് കഴിക്കുക, പക്ഷെ നമ്മുടെ ബോഡി ചെല്ലുന്ന കലോറിയാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ഇപ്പൊ നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ കലോറി ഡെഫിസിറ്റിൽ പോകണം, വണ്ണം കൂട്ടണമെങ്കിൽ കലോറി സർപ്ലസിൽ പോകണം. പിന്നെ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് നന്നായിട്ട് ഒരു ഡയറ്റ് നോക്കി നമ്മൾ സാധാരണ പോലെ ഫുഡ് കഴിച്ച് പോയാൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ണം കുറയ്ക്കണമെങ്കിൽ ഡെഫിസിറ്റിലും കൂട്ടണമെങ്കിൽ സർപ്ലസിലും. അതുകൊണ്ട് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, ഇതൊരു ഹോളി ഗ്രെയിലൊന്നും അല്ല. പക്ഷെ ഇന്ന നട്ട്ഷൽ നിങ്ങൾക്ക് ഭയങ്കര വണ്ണമുണ്ട്, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും വലിയ ടൈമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുഡ് ട്രാക്ക് ചെയ്യാനും പാടാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ ആ ഒരു ബാക്കിയുള്ള സമയങ്ങളിൽ കുറെ ഓവർ ഈറ്റ് ചെയ്യരുത്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.